അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വീഡിയോ തന്നെ ഇന്നിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണ വണ്ടി 4 കൊല്ലം മുമ്പ് എടുത്ത 2022 മോഡൽ ടിഗ്വാനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് അല്ല, നമുക്ക് അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ഇത് നോക്കുന്നത്. ഓസ്റ്റിൻ്റെ വണ്ടിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓസ്റ്റിനോടെ ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇത് ഏത് മോഡലിലാണ്? ഇത് 2022 മോഡലാണ്. ടിഗ്വാൻ എലഗൻസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഒറ്റ വേരിയന്റ് ഉള്ളു ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ അതിന്റെ സിംഗിൾ വേരിയന്റ് ആണ്. EVM-ൽ ഞങ്ങൾ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു കൊച്ചിയില്. ആലപ്പുഴ ആയിരുന്നു ശരിക്കും കേരളത്തിൽ ഫസ്റ്റ് ഡെലിവറി, ഞങ്ങളുടെ സെക്കൻഡ് ഡെലിവറി കേരളത്തിൽ. പിന്നെ വണ്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. അതായത് 55,000 കിലോമീറ്റേഴ്സ് ഓടി. 55,000 കിലോമീറ്റേഴ്സിൽ നമുക്ക് പെർഫോമൻസും സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് പറഞ്ഞിട്ട് നല്ല. പിന്നെ എന്താ പറയാ, നമ്മുടെ സാധാ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ ഒരു പെർഫോമൻസും തമ്മിലുള്ളൊരു സാധാ നമ്മൾ നോർമലായിട്ട് പോവുകയാണെങ്കിൽ ശരിക്കും ഇതൊക്കെ കുറച്ചുകൂടി നല്ല ഹൈവേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ അതായത് ടൗണിൽ ഓടിക്കുമ്പോൾ നമുക്ക് എക്കണോമി എന്ന് പറഞ്ഞ സാധനം കിട്ടൂല. 4, 5, 6 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുള്ളൂ. പക്ഷെ ഹൈവേ പോവുകയാണെങ്കിൽ ആ മൈലേജും അതിന്റെ ഒപ്പം പെർഫോമൻസ് നല്ല രീതിക്ക് കിട്ടും. ഹൈവേ പോകുമ്പോൾ ഒരു 10, 11, 12 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. പെർഫോമൻസ് ശരിക്കും ഇതിൽ അറിയണമെങ്കിൽ ഹൈവേ തന്നെ കയറ്റണം. ഹൈവേ ആ ഒരു SUV ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു സെഡാൻ സ്റ്റാൻസിയാണ് ശരിക്കും ഇതിന്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ വണ്ടി ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ്. പലരും ശരിക്കും പറഞ്ഞാൽ അറിയാണ്ട് പോയ ഒരു വണ്ടി എന്ന് തന്നെ പറയാം. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ വളരെ റെയറാണ് ഈ കാർ. അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് ആയാലും അതുപോലെ ആ ഒരു ഫീച്ചേഴ്സ് ആയാലും ഒക്കെ ഒരു പവർ പാക്ഡ് ആണ് ഈ ശരിക്കും ഈ പറയുന്ന വണ്ടി. അത് ശരിക്കും വണ്ടീനെ അറിയണവരാണ് ശരിക്കും ഈ വണ്ടീനെ തെരഞ്ഞു പിടിച്ച് പോയി മേടിക്കാന്ന് പറയില്ലേ, അതുപോലെ മേടിക്കുള്ളൂ. ബ്രാൻഡ് നോക്കി എടുക്കണവരെ ഇത് എടുക്കൂല. ഈ വില ഇതിന്റെ ഒരു 20 lakhs എക്സ്ട്രാ കൊടുത്ത് കഴിഞ്ഞാൽ X1 കിട്ടും. ആ X1 ഒന്നും ഒട്ടും ഇതിന്റെ അത്ര പെർഫോമൻസ് പോലും മാച്ച് ചെയ്യാൻ പറ്റില്ല. അതിലൊക്കെ വരുന്നത് ഇപ്പോ 1.5 ലിറ്റർ എഞ്ചിനാണ് X1-ലൊക്കെ. 2 ലിറ്റർ TSI വരണേ, 320 Nm ടോർക്ക്, 190 bhp വരുന്നുണ്ട്. പുറത്തുനിന്ന് കണ്ട സാധാരണ ഒരു കോമ്പാക്ട് XUV ആ ഒരു കാഴ്ചപ്പാടാണ് ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷെ ആ ഒരു കാലൊക്കെ കൊടുത്ത് അങ്ങനെ പോണൊരു ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും വാക്കുകൾ എന്താ കണ്ട് അറിയണം എന്ന് പറയുന്നത് പോലെയാണ് വണ്ടിയുടെ. കണ്ണക്കെടുക്കണ ആളെയല്ല കേട്ടോ ശരിക്കും പറഞ്ഞ. ആ ഒരു റോട്ടിലത്തെ ഒരു നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപാര എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് പാനോറമിക് സൺറൂഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ്. അത് ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, പാസഞ്ചർ സൈഡ് മാനുവൽ തന്നെയാണ്. പിന്നെ ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. 18 ഇഞ്ച് അലോയ്സ് വരുന്നുണ്ട്. അത് സ്പോർട്ടി അലോയ്സ് അല്ല, എലഗൻസ് ആ വേരിയന്റ് ആയതുകൊണ്ടാണ് ആ സ്പോർട്ടി നോർമൽ സിൽവർ അലോയ്സ് കൊടുത്തേക്കണേ. ശരിക്കും അവര് ഒറ്റ വേരിയന്റ് ഇറക്കിയുള്ളൂ. അതായത് ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തത് R-Line ആയിരുന്നു. R-Line വരുമെന്ന് വിചാരിച്ച് അവരുടെ വീഡിയോയിലൊക്കെ ആദ്യം കാണിച്ചിരുന്നത് R-Line ഒക്കെ ആയിരുന്നു. അപ്പൊ അതായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, ആ 2022 R-Line. അപ്പൊ പക്ഷെ അവര് കൊണ്ടുവന്ന സാധനം ഈ എലഗൻസ് ആയി പോയി. അപ്പൊ ഇത് കുറച്ചുകൂടി അൺസ്പോർട്ടിയർ ഇതാണ്. പക്ഷെ സെയിം എഞ്ചിനൊക്കെ തന്നെ, R-Line സെയിം എഞ്ചിൻ തന്നെ. ഈ മറ്റേ R-Line പോലത്തെ കിറ്റൊന്നും ഇല്ലാന്ന് മാത്രം, അലോയ്സ് ഡീക്രോം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മാത്രം. അതാണ് കുറച്ച് ഇതായിട്ട് തോന്നി. ബിൽഡ് ക്വാളിറ്റി നമുക്ക് നോക്കാം വണ്ടിയുടെ ഡോറിന്റെ. ശരിക്കും ഇതിന്റെ ബിൽഡ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡോറും തുറന്ന് അകത്ത് കയറാൻ നോക്കണം. അപ്പോഴാണ് ഇതിന്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. വലിക്കുമ്പോൾ ആ ഒരു തഡ്, ആ സൗണ്ടും ആ ഒരു ഫീലിംഗ് ഒക്കെ അത് ശരിക്കും പ്രായർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറിന്നൊക്കെ അകത്ത് അടയ്ക്കണമെങ്കിൽ. പക്ഷെ ആ വണ്ടിയുടെ സേഫ്റ്റി റേറ്റിംഗ് കാണിക്കുന്നതാണത്. ഇതിന്റെ ഉള്ളിലൊക്കെ ആ ഒരു വണ്ടി എന്ന് പറയുമ്പോ ഫുള്ള് സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഫസ്റ്റ് നമ്മുടെ വോൾവോ, സെക്കൻഡ് ശരിക്കും Volkswagen തന്നെയാണ്. പിന്നെ IQ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റിയർ ടെയിൽ ലൈറ്റ്സും സാധനങ്ങളൊക്കെ. 18 ഇഞ്ച് അലോയ്സ്, 4 ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ടയേഴ്സ് ഫുള്ള് 4 ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ഒരു പവർ പാക്ഡ് ഐറ്റം ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൽ ടാപ്പ് ത്രൂ ഫീച്ചർ ഉണ്ട്. ജസ്റ്റ് സ്വൈപ്പ് നമ്മളിപ്പോ ലഗേജ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ കയറ്റി വെക്കാൻ പറ്റും. പിന്നെ ഒരു അടിപൊളി ക്ലവർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോ സ്പെയർ വീലൊക്കെ തുറക്കുമ്പോഴേ നമ്മൾ ഈ സാധനം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുമ്പോ ഒക്കെ ടയർ തലയിൽ, ഇത് സാധനം നമ്മുടെ തലയ്ക്ക് അടിക്കില്ലേ, അടിക്കാണ്ടിരിക്കാനായിട്ട് ഇവിടെ ലോക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അത് താഴത്തേക്ക് വരില്ല. ശരിയാ. സ്പെയർ വീല് പിന്നെ സ്മോൾ സൈസ് സ്പെയർ വീലാണ്. അതിന്റെ കിറ്റും സാധനങ്ങളും. ഇത് 18 ഇഞ്ച് തന്നെയാണ്, പക്ഷെ അതിന്റെ സൈസ് കുറവാ. 145/85 ആണ്. ശരിക്കും 235/55 ആണ് നമ്മുടെ സ്റ്റോക്ക്. ഇത് മറ്റേത് തന്നെ സ്പെയർ വീൽ അങ്ങനെ കൊടുത്തേക്കണോ.
ഇപ്പൊ ശരിക്കും സ്പെയർ വീല് വരെ ചില വണ്ടികൾ കൊടുക്കണില്ല. മേടിക്കുമ്പോ ചാർജർ സ്പെയർ വീല് കൊടുക്കാത്തത്. എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഈ ബട്ടൺ വെച്ച് നമുക്ക് സീറ്റ് മടക്കാനായിട്ട് പറ്റും. 60-40 സ്പ്ലിറ്റ് ആണ്. അത് ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ സൈക്കിൾ സാധനങ്ങളൊക്കെ സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ശരി, അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ട് കേട്ടോ വണ്ടി. എന്നാലും ഇപ്പൊ 5 ആള് ഇരിക്കുകയാണെങ്കിലും നമുക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല ലഗേജ് കിട്ടുന്നുണ്ട്. ഇനി നല്ല നീളത്തിലുള്ള സാധനങ്ങൾ വെക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ശരിക്കും 7 സീറ്റർ ഉണ്ടായിരുന്നു ഇതിന്റെ അതിന് മുന്നത്തെ വർഷം ഇറങ്ങിയത്, ഓൾ സ്പേസ് എന്ന് പറഞ്ഞിട്ട്. ഓൾ സ്പേസിൽ ശരിക്കും 7 സീറ്റ് ഉണ്ട്. പക്ഷെ അത് 7 സീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബൂത്ത് സ്പേസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരിക്കലും പ്രാക്ടിക്കൽ ആണല്ലോ. അതായത് 6 പേർക്ക് 7 പേർക്ക് ടൂർ പോകണമെങ്കിൽ അതിന്റെ ലഗേജും കൂടി വരാണല്ലോ. ലഗേജ് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ശരിക്കും 7 സീറ്റർ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. സീറ്ററിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവര് കോംപ്രമൈസ് ഏറ്റവും ലാസ്റ്റ് റോളാണ്. അത് പിള്ളേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. തീരെ ഉണ്ടാവില്ല, കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ലഗേജ് ഒക്കെ വേണമെങ്കിൽ മറ്റേ മേളില് കെട്ടിയിരിക്കേണ്ടി. അത് നമുക്ക് അത്ര സ്പീഡിൽ പോകുമ്പോ നമുക്ക് അത്ര ശരിക്കും ഫങ്ഷണൽ ട്രെയിലേഴ്സ് ആണ്, അതാണ് റെയിൽസ് ആണ് മുകളിൽ കൊടുത്തേക്കണേ. പക്ഷെ നമുക്ക് എത്ര സ്പീഡിൽ പോയാലും നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. നമുക്കപ്പോ ഇത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പൊ അത് അതിനായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ബൂട്ട് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് ശരിക്കും. ശരിയാ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലത്തെ ഫീച്ചേഴ്സുകളെ പറ്റി നോക്കാം. അപ്പോ ചോദിച്ചറിയാട്ടോ, പോയോ? ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് മെയിൻ ആയിട്ട് ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ മോഡുകളുണ്ട് ഓരോന്ന്. ഓഫ് റോഡ് മോഡ്, സ്നോ ഡ്രൈവ്, അങ്ങനത്തെ 4 മോഡുകളുണ്ട്. പിന്നെ പെർഫോമൻസിൽ തന്നെ സ്പോർട്ട്, എക്കോ, നോർമൽ അങ്ങനെയുണ്ട്. നോർമൽ മോഡില് എക്കോ ഉണ്ട്, നോർമൽ, സ്പോർട്ട്, ഇൻഡിവിജ്വൽ ആകുമ്പോൾ നമുക്ക് അതിന് ഓരോന്നും ലൈറ്റ് സ്റ്റിയറിംഗ്, ഡ്രൈവ് മോഡൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നോർമൽ എക്കോലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് കുറവായിരിക്കും മറ്റേതൊക്കെ നോക്കുമ്പോൾ. പക്ഷെ ഇതില് മറ്റേ സ്പോർട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റെസ്പോൺസീവ് ആയിരിക്കും. ടർബോ ലാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് മറ്റേ വെർട്ടസ് ടേക്കുന്ന അതിലൊക്കെ നോക്കുമ്പോൾ. പിന്നെന്താ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോണിക് കാർബൺ ഫൈബർ പോയിട്ടുണ്ട്, ഡോർ സൈഡിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റ് 32 കളേഴ്സ് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. 32 കളേഴ്സ് വരുന്നുണ്ട്. ശരിക്കും രാത്രി പറയാൻ പറ്റില്ല, രാത്രിയാണ് ശരിക്കും അറിയാൻ പറ്റില്ല. ഇതിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കളർ മാറും. ഓട്ടോമാറ്റിക്കലി ഇട്ട് നമ്മൾ മോഡ് അനുസരിച്ചൊക്കെ അവർ മാറ്റും. ഈ എക്കണോമി സ്പോർട്ടിലേക്ക് പോയാൽ റെഡ് പോവും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ എയർ കെയർ എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. പുറത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനത്തെ കളയുന്നതൊക്കെ അത് ആക്റ്റീവ് ആയതിനാ ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ മറ്റേ എയർ പ്യൂരിഫിക്കർ, മറ്റേ മണത്തിന്റെ സാധനമല്ല, സ്മെല്ലിന്റെ സാധനമല്ല, ഡസ്റ്റ് പാർട്ടിക്കൽസ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. അത് ഒരു നല്ല ഫീച്ചറാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ നമ്മളെങ്ങനെ ചില്ലൊക്കെ ആയിട്ടിപ്പോ സ്കൂളിലൊക്കെ അവിടെ നിർത്തുമ്പോ നിറച്ച വണ്ടികളായിരിക്കുമല്ലോ. ഇപ്പൊ ഡോറും തുറന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പൊല്യൂഷൻ സാധനം കയറും. അത് ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ആക്റ്റീവ് ആയി ഫുള്ളി ക്ലീൻ ആയി. അങ്ങനത്തെ പിന്നെ ടയർ പ്രഷറിങ് TPMS ഉണ്ട്. 44 അങ്ങനെ ഫുള്ളി ബോഡി അങ്ങനെ പോകാൻ പറ്റും. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നോർമൽ പാഡൽ ഷിഫ്റ്റേഴ്സ്, ബാക്കി ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ലൈറ്റ്സ്, പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക് സീറ്റ്സ് ആണ്. സീറ്റ് ഡ്രൈവർ സീറ്റ് മാത്രം ഇലക്ട്രിക് സീറ്റ് ആണ്, മറ്റേത് മാനുവൽ ആണ് പുറത്തേക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ കൊറോണ ബാച്ച് ആണ് ശരിക്കും. അപ്പൊ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നെഗറ്റീവ് പറയാനുള്ളത് വയർലെസ് ചാർജിങ് ഇല്ല, അതുപോലെ തന്നെ വയേർഡ് കാർപ്ലേ ഇല്ല. ഐ മീൻ വയർലെസ് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല, വയേർഡ് ആയിട്ട് നമുക്ക് കാർപ്ലേ ഉള്ളൂ. പക്ഷെ അത് വെച്ച് വളരെ സിംപ്ലസ് ആണ്. കണക്ട് ചെയ്താൽ അപ്പൊ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ആയിക്കോളും. അങ്ങനെ ബഗ്ഗോ കാര്യങ്ങളൊന്നും ഇല്ല ഇൻഫോർടൈൻമെന്റിലെ കാര്യങ്ങളൊന്നും. ഒട്ടും സൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് സൗണ്ട് വെക്കാം. ഇപ്പൊ ബാക്കിൽ ഇപ്പൊ സൗണ്ട് അങ്ങനെ അത്രയും പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഫ്രണ്ട് മാത്രമാണെങ്കിൽ ഫ്രണ്ടിലേക്ക് മാത്രം ആക്കി. അതൊക്കെ നല്ല ഫീച്ചേഴ്സ് ആണ്. വേണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്ക് സീറ്റിലെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത് നല്ല സുഖമായിട്ടാ ശരിക്കും വന്നിരിക്കും. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നല്ലോണം നീട്ടി എങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു പാനോറാമിക് സൺറൂഫ്, അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഇനി നമുക്ക് ആംറസ്റ്റ് നോക്കുകയാണെങ്കിൽ ആംറസ്റ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സാധാരണ വണ്ടികളെക്കാളും നോക്കുമ്പോ 2 ആൾക്ക് കൈവയ്ക്കാനുള്ള ഒരു ഇത് ഉണ്ട് ആ ഒരു രീതിയിൽ. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. വണ്ടിക്ക് വിടുത്ത് നല്ല കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ സ്പേസും നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഫ്രണ്ടിലും ബാക്കിലും ഒരു ബൂട്ട് സ്പേസ് 3 പേർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കും അവിടെ. ഞങ്ങളോട് 4 പേര് നിന്നിട്ടാണ് ടൂർ പോകാറ്. ഞങ്ങള് പിള്ളേരുണ്ടാകുമ്പോ
4 പേർക്ക് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. ഹെഡ് റൂമും നീ സ്പേസ് ഒക്കെ ഭയങ്കര ശരിക്കും എല്ലായിടത്തും നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് തന്നെ പറയാം. പിന്നെ ഹെഡ് റെസ്റ്റും എല്ലാ ഹെഡ് റെസ്റ്റ് എല്ലാവർക്കും അഡ്ജസ്റ്റബിൾ കിട്ടുന്നുണ്ട്. അതുപോലെ ടൈ സപ്പോർട്ട് ഇവിടെയും ബാക്കി അവിടെയൊക്കെ നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നു വണ്ടിയിൽ. പിന്നെ നമുക്ക് എന്താ പറയാ, ഇപ്പോൾ സീറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ഇതിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടാണ് കാലിൽ നീട്ടി വെച്ചിരിക്കാൻ. ശരിക്കും ബോസ് മോഡ് ആയിട്ട് ഇരിക്കണം, അതായത് ആ സീറ്റ് ഫുള്ള് മറിച്ചിട്ട് ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന രീതിക്ക് ശരിയാ, നല്ലോണം കാല് വെച്ച് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാനൊരു 5'7" അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഒരു 6 feet വരെ കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. സാധാരണ അതൊന്നും പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയാ, റിക്ലൈനബിൾ ആണ്, ഫുൾ ആയിട്ട് റിക്ലൈൻ ചെയ്യാൻ പറ്റും, നമ്മൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇപ്പോ ഇവിടെ നോക്കണേ, ഡോർ സൈഡിൽ നോക്കുകയാണെങ്കിലും കാർബൺ ഫൈബർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സിൽവർ ഫിനിഷിൽ വന്നിക്കണേ. അതുപോലെ സ്പീക്കർ ഉള്ളത് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഡോർമ. പിന്നെ ഇവിടെയാണ് നമ്മുടെ വലിയ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്. ട്രാഷ് ക്യാൻ വന്നിട്ടുള്ളതാണ്. ഇതില്ലേ ട്രാഷ് ക്യാൻ ശരിക്കും ആസ്ട്രേ ആണ്. ആസ്ട്രേ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ട്രാഷ് ക്യാൻ ആക്കി. ഇവിടുത്തെ കാറിലത്തെ ഫേസസ് ആണല്ലോ വിളിക്കിടും. ആണ് നമ്മുടെ 2 liter എഞ്ചിൻ, TSI എഞ്ചിൻ ഉണ്ടാ. അപ്പോ ഹൈവേയിലൊന്നും അങ്ങനെ എന്താ പറയാ പിടിച്ച കിട്ടില്ല, അങ്ങനത്തെ ഒരു എഞ്ചിൻ തന്നെയാണ്. ബാക്കി ഇതെങ്ങനെ, പിന്നെ ഇതിന്റെ പെർഫോമൻസ് തന്നെ ഒന്നും പറയാനില്ല. ടർബോ പെട്രോൾ എഞ്ചിനാണ്, TSI എഞ്ചിനാണ്. അപ്പൊ അതിൻ്റെതായ ഇതുണ്ട്. എക്കണോമി മാത്രമേ പ്രശ്നമുള്ളൂ, മൈലേജ് പറഞ്ഞ സാധനം കിട്ടൂല. പക്ഷെ അതിന്റെ പെർഫോമൻസ് കിട്ടും. ഒന്നല്ലെങ്കിൽ മൈലേജ് അല്ലെങ്കിൽ പെർഫോമൻസ് ആണല്ലോ. നോക്കിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10, 11, 12. ഇപ്പൊ ഞാൻ പറഞ്ഞ മറ്റേ ഗുർട്ടസിലെ ഒരു വട്ടം 28 kilometer മൈലേജ് കിട്ടിയെന്ന് പറയുന്ന പോലെ ഇതും ചിലപ്പോ ഇതില് കേറി നമുക്ക് അങ്ങനെ പതുക്കെയായിട്ട് ഓടിക്കാൻ പറ്റില്ല. കേറി നമുക്ക് ഇത് കാലെടുക്കാനായിട്ട് സ്പോർട്സ് മോളിലേക്ക് കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കും വണ്ടി തന്നെ പറയുന്നതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കും വണ്ടി. ഇവിടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ആയിട്ട് കാർബൺ ഫൈബർ ആണ്. ഇതാണ് പിന്നെ നമുക്ക് ഔഡിയുടെ മാട്രിക്സ് ലൈറ്റ് എന്ന് പറയുന്ന സെയിം സാധനം ഫോക്സ്വാഗന്റെ ബ്രാൻഡില് IQ ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത്. സെയിം ടൈപ്പ് തന്നെയാണ് ഔഡിയിൽ കൊടുക്കണത്. അത് ഓണായി എടുക്കുമ്പോ നല്ല ഭംഗിയാട്ടാ. ശരിക്കൊരു എന്താ പറയാ, അങ്ങനെ തിളങ്ങും കിടക്കുന്നത്. അത് നല്ല രസമാണ്. ഈ വണ്ടിയുടെ ഡ്രൈവ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാകാം. ശരിക്കും നല്ല സ്മൂത്ത് ആണ് സ്റ്റിയറിംഗിലൊക്കെ. ശരിക്കും ഞങ്ങൾ ആദ്യം ഒരു കൺസേൺ ഉണ്ടായിരുന്നു വെച്ചാൽ ഇത്ര വലിയ വണ്ടി ആകുമ്പോഴേ സ്റ്റീരിംഗ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞങ്ങളുടെ പോളോ ഉണ്ടായിരുന്നു, പോളോടൊക്കെ സ്റ്റീരിംഗ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു, സ്റ്റിഫ് ആയിരുന്നു. അപ്പൊ അത്രയും കുഞ്ഞു വണ്ടിക്ക് അത്രയും അത് ട്രാക്കിൽ ഓടിക്കണ പക്ക സ്പോർട്സ് സാധനമാണ് പോളോ. അപ്പൊ അതിന്റെ സ്റ്റിഫ്നെസ് ആ സ്റ്റീരിംഗിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ടിഗ്വാൻ എടുക്കുമ്പോൾ ആകെ കൺസേൺ സ്റ്റീരിംഗ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റീരിംഗ് ഞാൻ കുറെ വണ്ടികൾ ഓടിച്ചിട്ടുള്ള, ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റീരിംഗ് ഞാൻ ഇതുവരെ വേറെ ഒറ്റ വണ്ടിയിലും കണ്ടിട്ടില്ല. നള്ളിയില് വെർട്ടസ് ഉള്ളതാണ്, വെർട്ടസ് GT ഉള്ളതാണ്. ഇവിടെ അതിനെക്കാട്ടും സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തേക്കണേ. പക്ഷെ അത്ര വലിയ വണ്ടിക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല, അതിനായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് എക്സ്പീരിയൻസ് ആണ് സ്റ്റിയറിംഗ് കിട്ടാൻ. ഇപ്പൊ കുറെ നേരം ഓടിക്കുമ്പോ ഒരു അങ്ങനെ യാത്ര ക്ഷീണമൊന്നും തോന്നൂല. ശരിക്കും സിക്നസോ അങ്ങനത്തെ കാര്യങ്ങൾ, ബോഡി റോൾ എന്ന് പറയുന്ന സാധനമില്ല. ഇത്രയും ലോഡായിട്ട് പോണോണ്ടേ. എന്നാ അത്യാവശ്യം ഓഫ് റോഡിങ്ങും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോ ഇത്ര നേരം ശരിക്കും പറഞ്ഞ നമുക്ക് മുമ്പിൽ ഈ വണ്ടി തന്നതിനും വണ്ടിനെ പറ്റി എന്താ പറയാ അറിയാത്ത കാര്യങ്ങൾ, എനിക്ക് വരെ അറിയാത്ത കുറെ ഹിഡൻ ഫീച്ചേഴ്സ് ഓസ്റ്റിൻ കണ്ടുപിടിച്ച് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു. പിന്നെ ഇപ്പോ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഇതിനൊക്കെ നമുക്ക് ഓസ്റ്റിൻ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നു. നമുക്ക് അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അപ്പൊ ഓസ്റ്റിൻ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും വണ്ടികളൊക്കെ എടുക്കാൻ പറ്റട്ടെ ഓസ്റ്റിന്. അപ്പോ ഈ വണ്ടിക്ക് ഇനി എടുക്കുമ്പോ എന്നെ മറക്കാണ്ട് റിവ്യൂ എടുക്കാന്ന് വിളിക്കുക. അപ്പോ അടുത്തൊരു വണ്ടിയായിട്ട് നമ്മളിനി വരുന്നതാണ്. അപ്പോ ഞാൻ ഈ ഡ്രൈവ് വെക്കുന്നത് കാണട്ടെ. ഓക്കെ.